ഹലോ ഗായ്സ്, അങ്ങനെ ഡേ 1 ഇൻ കസ്ബേഗി നമ്മൾ എണീറ്റ് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടിട്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫെയറി ലാൻഡ് പോലെ ആയിരുന്നു. നമ്മൾ ഈ പണ്ട് ഈ വാൾപേപ്പറിലൊക്കെ കാണില്ലേ, അതേപോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ ഇവന്തോ പുറത്തൊന്നും പോയില്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് നിൽക്കാനുള്ള വകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പുറകിലെ വ്യൂ ഒരു രക്ഷ ഉണ്ടായില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട് രാവിലെ എണീറ്റപ്പോൾ നമ്മളെ കാണാൻ 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു വ്യക്തി നമ്മുടെ ബബ്ലൂസനായിരുന്നു. ഇവന്റെ പേര് ശരിക്കും വേറെ എന്തോ ആണ്. നമ്മൾ ബബ്ലൂസ് എന്ന് വിളിച്ചാലും എന്തേ വിളിച്ചാലും ഇവൻ കേൾക്കും. പിന്നെ നമ്മുടെ പൂച്ചസാറും ഉണ്ടായി. ഇവന്റെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ നമ്മളിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടാവും എപ്പോഴും. പക്ഷെ ബബ്ലൂസ് നമ്മുടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്താ പറയാ, നമ്മുടെ ഒരു ലോക്കൽ ഗൈഡ് പോലെയായിരുന്നു. എപ്പോഴും വരും, നോക്കും, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ നടക്കും. അങ്ങനെ അവരുടെ കൂടെ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ലൈല നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു നമ്മളെ ടൗണിലൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ലൈലയും കൊച്ചും നമ്മളെല്ലാവരും കൂടെ ടൗണിലോട്ടൊക്കെ പോയി. അപ്പോൾ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടു. അവിടുത്തെ ഒരു മലയാളി ചേട്ടനായിരുന്നു അവിടുത്തെ ഓണർ. അപ്പോൾ പുള്ളി പറഞ്ഞ അവിടുത്തെ മട്ടനൊക്കെ ഭയങ്കര ഫ്രഷാണ്. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി അടിച്ചു, അടിപൊളിയായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ലേക്ക് കാണാനൊക്കെ പോയി നമ്മൾ. അങ്ങനെ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് നമ്മൾ കോട്ടേജിൽ തന്നെ എത്തി. പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോ പ്രഹസനങ്ങളായിരുന്നു ആസ് യൂഷ്വൽ ഉണ്ടായിരുന്നത്. അടുത്ത് ഈ സ്നോ ആദ്യമായിട്ട് എൻ്റെ പിള്ളേരെ പോലെ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ കസ്ബേഗി ഭയങ്കര ഹാപ്പി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. ബാക്കിയുള്ള ദിവസങ്ങളെ വിശേഷങ്ങൾ ഞാൻ അടുത്തുള്ളൂ. അപ്പോൾ ബൈ.